ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പെപ്പർ ചിക്കനാണ്. നമ്മളെ വീഡിയോ കാണുന്നവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. നമ്മൾ കറിക്കൊക്കെ എടുക്കുന്നതൊക്കെയാണ് നമ്മൾ കൊത്തി എടുത്ത് വെച്ചേക്കുന്നത്. അതിനായിട്ട് 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഇത്രയും പീസായിട്ടാണ് എടുത്തേക്കുന്നത്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയുണ്ട്. 2-3 പട്ടയും സ്റ്റാറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിന് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കതിനകത്തേക്ക് ഈ പട്ടയും സ്റ്റാറും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി 1.5 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഇഞ്ചി, 4 പച്ചമുളക് കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനോടൊപ്പം 2 തണ്ട് കറിവേപ്പില, നമുക്കിതിലേക്ക് സവാളയും കൂടി ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് മൂത്ത് വരാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് ചുമന്ന് വരണം. നമുക്ക് അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നല്ലോണം മൂത്ത് വന്നതിന് ശേഷമേ നമുക്ക് മസാലകളൊക്കെ ചേർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിതിനകത്തോട്ട് ഒരു 6 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചും കൂടെ ഒന്ന് മൂത്ത് വരണം സവാള. അപ്പം നമ്മൾ ഈ മെത്തേഡ് കാണിക്കുന്നതെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പെപ്പർ ചിക്കനാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ സവാളയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ പെരുംജീരക പൊടിയാണ് ഞാൻ ഇട്ടെടുക്കുന്നത്. നമുക്കിതിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പെരുംജീരകത്തിൻ്റെ രുചി ഇഷ്ടമില്ലാത്തവർക്ക് അത് ഇടണ്ട. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ചേർത്താൽ മതി. ഞാൻ പെരുംജീരക പൊടിയാണ് ഇവിടെ ചേർത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ വീട്ടിൽ കറിക്കൊക്കെ എടുക്കുന്ന ആ ഒരു അളവിലാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ആ പരുവത്തിൽ കട്ട് ചെയ്ത ചിക്കനാണ്. വലുതായിട്ട് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇതിപ്പോൾ ഒരു 1/2 കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഈ ചിക്കൻ വേവാൻ വേണ്ടി.
അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തീ കുറച്ച് വെച്ചൊരു 10-15 മിനിറ്റ് ഇറച്ചി വെന്ത് കിട്ടും. തീ കുറച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് വറ്റി വന്നാൽ മതി. വെള്ളം വറ്റി വന്നിട്ടിരുന്ന് കഴിയുമ്പോഴത്തേക്ക് പെപ്പർ ചിക്കൻ റെഡിയാവും. അത് കഴിഞ്ഞ് നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ചൂടെ എരിവിന് വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി മസാലപ്പൊടിയൊക്കെ കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. അപ്പം ഞാൻ ഈ ചിക്കൻ വേവിക്കാൻ നേരം ഇതിനകത്ത് ഉപ്പിടാനായിട്ട് വിട്ടുപോയായിരുന്നു. ഞാനങ്ങനെ പിന്നെ ഉപ്പിട്ട് അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. നമ്മൾ ഉള്ളി വാട്ടാൻ നേരം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറ്റി തരണം. വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഏകദേശം വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് തീ കൂട്ടി വെച്ച് ഈ വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചും കൂടെ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതേപോലെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു നുള്ള് ജീരകവും കൂടെ ചേർത്തിട്ടുണ്ട്. വേണ്ടവർക്ക് ഇട്ടാൽ മതി, അത് ഓപ്ഷനിലാണ്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇപ്പോൾ തീ കൂട്ടി വെച്ചിട്ടാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. എരിവ് ഇച്ചിരി കുറവായതുകൊണ്ടാണ് ഞാൻ ഈ കുരുമുളക് പൊടി കുറച്ചും കൂടി ഇട്ടത്. അപ്പം ഞാനൊരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. എരിവ് അനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ചിലയിടത്തൊക്കെ നല്ല എരിവുള്ള കുരുമുളക് പൊടി ചിലപ്പോൾ കിട്ടും. അപ്പോൾ നമുക്ക് ഏകദേശം റെഡിയായി വരുന്നു. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ രുചികരമായ പെപ്പർ ചിക്കൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പം നമ്മളെ വീഡിയോ ആണ് എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.